ഈ വീഡിയോയിൽ ലൈറ്റ് സ്വിച്ച് അസംബ്ലി എങ്ങനെ മാറുന്നത്, അതായത് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ചൊക്കെ അടങ്ങുന്ന ഈ ഒരു സ്വിച്ച് ഇത് മാറുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേൺ എടുത്തതിന് ശേഷം തിരിച്ച് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഹ്യുണ്ടായുടെ ജെന്യൂൻ സ്പെയർ പാർട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് 954 രൂപയായി. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറെ യാതൊരുവിധ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പഴയ സ്വിച്ച് ഊരി എടുക്കുന്നതിന് മുമ്പ് സ്റ്റിയറിംഗിൻ്റെ മുകളിലും താഴെയുള്ള ആ ഒരു കവറിങ് ആദ്യം ഊരി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 സ്ക്രൂ ആണുള്ളത്. ഒന്ന് സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ, പിന്നെ താഴെ. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരേ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇത് സ്ക്വയർ ഹെഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫ്ലാറ്റ് ഹെഡ് ഉണ്ട്. ഫ്ലാറ്റ് ഹെഡ് നമുക്ക് വേണം. ഈ ആ ഒരു കവറിംഗ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ലോക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഹെഡ് വേണം. മൂന്ന് സ്ക്രൂ ഊരിയതിന് ശേഷം ജസ്റ്റ് ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ആ കേസിങ് അല്ല കവറിങ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഓപ്പണായി. റൈറ്റ് സൈഡ് ആ കവർ ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കീ ഊരിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ കവറിങ് ഊരിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം ആ ലോക്ക് ഒന്ന് പിടിപ്പിക്കണം. ആ ലോക്ക് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ വലിച്ചാൽ അത് ഊരിങ്ങ് കിട്ടും. അതേപോലെ തന്നെ മുകളിലത്തെ കവറും ഊരിയെടുക്കണം. ആ സ്വിച്ചിങ് ഊരിയെടുക്കുന്നതിന് മുമ്പ് അതിലേക്കുള്ള കണക്ഷൻ നമ്മൾ പിടിപ്പിക്കണം. അതൊരു കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ വയേഴ്സ്. ജസ്റ്റ് ആ കണക്ടറിൽ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരി കിട്ടും. അതിനുശേഷം സ്വിച്ച് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിങ് ഊരിയെടുക്കാൻ പറ്റും. ആ ലോക്ക് ഓപ്പണായി. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ സ്വിച്ചിങ്ങിന് ഊരിയെടുക്കാം. പുതിയ സ്വിച്ച് എടുത്തു. നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ അത് ആ ഒരു സ്ലോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ലോക്ക് വീണിട്ടുണ്ട്. അതിനുശേഷം ആ വയർ കണക്ടർ ഇതിലേക്ക് കണക്ട് ചെയ്യണം, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഓട്ടോ കട്ടായി. ഊരിയതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ താഴെയുള്ള ഒരു കവറിംഗ് ഇട്ട് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഓട്ടോ കട്ടായി. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇട്ടു. റൈറ്റ് ഓട്ടോ കട്ടായി. റൈറ്റ് പ്രശ്നമില്ലായിരുന്നു, ലെഫ്റ്റ് മാത്രമായിരുന്നു മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. റൈറ്റ് ചില സമയങ്ങളിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വർക്കിംഗ് ഫൈൻ.